ബിന്ദു, ആ ചേട്ടൻ വന്നോ? എടി ഒരു ചായ ഇട്ടാടി, നല്ല തലവേദന. ആ ചായ ഇപ്പൊ ഇടാൻ ചേട്ടാ, ഈ സീരിയലിന്റെ പരസ്യം ഒന്ന് വന്നോട്ടെ. എടാ മോനെ, നീ എന്താ ഫോണിൽ കളിയാണോ എപ്പോഴും? പഠിക്കാനൊന്നുമില്ല നിനക്ക്? സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ പഠിക്കാനുള്ള പഠിച്ചത്. നിനക്ക് എന്തെങ്കിലും ബുക്സ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ അധിക സമയം ഫോണിൽ ഇരുന്ന കുട്ടികളുടെ രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരിക. കണ്ണിന് കാഴ്ചക്കുറവ്, ഓർമ്മശക്തി കുറവ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, നട്ടലിന് വരെയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവരെ കുഞ്ഞിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാല്. ബുക്സ് വല്ലതും എടുത്ത് വായിക്കേ. ഞാൻ ഒരു അരമണിക്കൂറേ ഫോണിൽ ഇരിക്കത്തുള്ളൂ. ആ അത് മതി, അധികമായാൽ അമൃതും വിഷമാ, സീരിയൽ ഉൾപ്പെടെ. ആ ചേട്ടൻ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. എവിടാ ഇത് വെച്ചേക്കുന്നത്? എടി തോർത്തെന്തിയടി? ആ തരാം മോനെ, ആ തോർത്തൊന്ന് എടുത്തു കൊടുക്കും മോനെ. എനിക്കൊന്നും അറിയത്തില്ല എവിടെ ഇരിക്കുന്നത്, അമ്മ എടുത്തു കൊടുക്ക്. ചേട്ടാ അലമാരിയുടെ നടുക്കത്തെ ഡോറിലെ മടക്കി വെച്ചിട്ടുണ്ട്, എടുത്തോ. ഞാൻ ഇതിനകത്തല്ല ഒരു നോട്ടം നോക്കിയതാ. ഈ സീരിയൽ കാണൽ കാരണം ഒരു കാര്യത്തിന് വിളിച്ച ഇവളൊന്നും വരില്ലല്ലോ. ആ കിട്ടി കിട്ടി കിട്ടി. ആ പരസ്യമായി, ഇനി ചായ ഇടാൻ പോണം. ഓ സീരിയല് തുടങ്ങിപ്പോയി. ചേട്ടാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത്തിരി മധുരം കൂടി ഇട്ടിട്ടേ അതങ്ങെടുത്ത് കുടിക്കേ. എടി ഇത്രയ്ക്ക് ശ്രദ്ധയോടെ ഇങ്ങനെ കാണാനായിട്ട് ഈ സീരിയലിനകത്ത് എന്തോ ഉള്ളത്? ഇതിനെയൊക്കെ എന്തോ ചെയ്യണമെന്നറിയാവോ ചേട്ടാ? ഈ രാഹുലിനെ, അവന് നല്ല അമ്പോത്തി ഒരു ഭാര്യയുണ്ട്, അവൾ അറിയാതെ അവനൊരു കാമുകി. എന്റെ ദൈവമേ. അത് മാത്രമല്ല, ഈ കാമുകിയുടെ ചേട്ടത്തിന്റെ ഭർത്താവ് ആ ജീവനുണ്ടല്ലോ, അവൻ അനിയത്തിയോട് പ്രേമം. ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ? ഇപ്പം ജീവനും രാഹുലും തമ്മിൽ അടിയ. എടി ഇതൊക്കെ കണ്ടിട്ടാ ഓരോ അവളുമാര് കാമുകന്റെ കൂടെയും അയൽവക്കക്കാരന്റെ ഒക്കെ കൂടെ ഇറങ്ങിപ്പോകുന്നത്, സ്വന്തം ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട്. ഇതിനെയൊക്കെ എന്ത് പറയാനാ? പറയാ സീരിയലും കുറെ എണ്ണങ്ങൾ. സീരിയലിന്റെ എല്ലാ അവസാന ആവിഷ്കൃതത്തിലൊരു കൊച്ചും അതിനെ കൊണ്ട് എവിടെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുകയോ വല്ല അനാഥാരത്തിൽ കൊണ്ടിടുവോ, ഇതൊക്കെ അല്ലേ ഉള്ളൂ. നല്ല കഥകളൊന്നും വരാറില്ലല്ലോ. കാണു കാണു, വൈബ് കളയണ്ട. അയ്യോ ചായ കുടിച്ചില്ലല്ലോ. ആ ചായ ഉണ്ടോ? ചായ എടുത്ത, ചായ കഴിഞ്ഞായിരുന്നു. ചായ കഴിഞ്ഞു. കട്ടൻ ചായ ആണോ? കട്ടൻ ചായ ഉണ്ട്. എന്നൊരു കട്ടൻ ചായ ആയിരുന്നേ. ഒരു കട്ടൻ ചായ എടുക്കണേ. ഇച്ചിരി കടുപ്പത്തിലെടുത്തോ കേട്ടോ. എത്രയായിരുന്നു? ചേട്ടാ കറിയില്ലാതെ ഇപ്പൊ ഒരു ചായ. ചായ നല്ല തലവേദന, വീട്ടിൽ പോയിട്ട് വരുന്നതാ. ഇറങ്ങിയപ്പോ ഒരു ചായ കുടിച്ചിട്ടങ്ങ് പോകാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ എന്നാ പോട്ടെ, ശരി. കട അടയ്ക്കാൻ പോവാ. അടയ്ക്കാൻ പോകണം. വീട്ടിൽ പോരായില്ലയോ? വീട്ടിൽ പോകാനായോ? അത് ഈ ലാസ്റ്റ് സീരിയൽ തീരാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, അതാ അവിടുത്തെ അവസ്ഥ. രാത്രി വീട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് വേറെ ഒരു സ്ഥലമുണ്ട്. ബാറായിരിക്കും ഇല്ലയോ? ബാറിൽ കുറെ പോയതാ. ഒരു കാലത്ത് ഞാൻ ഇതിന്റെ അഡിക്റ്റ് ആയിരുന്നു. പല വിധനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. മദ്യപാനം നിർത്തിയത് കൊണ്ടാ സത്യം പറഞ്ഞ വീടും സൗകര്യങ്ങളും ഒക്കെ ആയത്. സൗകര്യങ്ങൾ കൂടിയപ്പോൾ അവരാ സൗകര്യങ്ങൾ സൂഹിക്കുകയാണ്. നമ്മളെയൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സമയമില്ല. ഇപ്പൊ കഴിഞ്ഞാണ്, എന്തായാലും പോയേക്കാം. എന്നാ പോട്ടെ. ഇതുവരെ ഈ കോപ്പ് കാണൽ കഴിഞ്ഞില്ലോടി? ഞാനിത് കാണുന്നതിന് നിങ്ങൾക്ക് എന്തോ വേണം? ചീഞ്ഞ് നാടുന്ന കുറെ സീരിയൽ കണ്ടോണ്ട് രാവിലെ മുതൽ വയ്യോളം ഇരുന്നോടും. എടി നിന്നെ കൊണ്ടാക്കി ഈ നാടിനെ വീടിനും വല്ല ഗുണമുണ്ടോ? പിന്നെ നാടും വീട് നന്നാക്കലല്ലേ എന്റെ ജോലി. നീയൊന്നും നാട് നന്നാക്കണ്ട, വീട് നന്നാക്കണ്ട. എടി രാവിലെ മുതൽ കഷ്ടപ്പെട്ട് കയറി വരുന്നവനാ ഞാൻ. എനിക്കൊരു വെള്ളം എടുത്തു കൂടെ നിനക്ക്? നിങ്ങൾക്ക് ഞാൻ ചായ ഉണ്ടാക്കി വെച്ചതല്ലേ, അതും കൂച്ചാതെ നിങ്ങൾ എന്തിനാ ഇറങ്ങിപ്പോയത്? നിങ്ങളെ മറ്റോളം എവിടെ ഇരിക്കുന്നോ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാന്? എണ്ണം കെട്ടോളെ തലവടികൾ പറഞ്ഞു. രാവിലെ മുതൽ വൈകോളം ഫോണും പിന്നെ മൊബൈൽ നിന്റെ. ഈ വിഷം ചീറ്റുന്ന സീരിയൽ എന്ന് നിൽക്കുന്നോ അന്നേ ഈ വീട് നാടും ഗുണം പിടിക്കത്തുള്ളൂ.
സീരിയലുകളെ അടച്ചാക്ഷേപിക്കുകയല്ല, മനുഷ്യ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന സീരിയലുകൾ കാണണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം.